ഹലോ, ഇന്ന് നമുക്ക് ചെടികൾക്ക് കുറച്ച് വളം കൊടുക്കാം. 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാറ്. 15 എന്നുള്ളത് കൂടിപ്പോയാലും ഇടവേള കുറഞ്ഞു പോകാറില്ല. ഇത്തവണ ഈ ഒരു പൊടി രൂപേണയുള്ള ഒരു വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ DAP ആണ് ഇട്ട് കൊടുത്തിരുന്നത്. DAP തീർന്ന ശേഷം ഞാൻ വാങ്ങിയത് ഈ ഒരു വളമാണ്. 110 രൂപയാണ്. ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കെല്ലാം ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു വളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഏകദേശം 4 സ്പൂണോളം വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിൽ വളരെ പെട്ടെന്ന് ഡൈല്യൂട്ടായി പോകുന്ന ഒരു പൊടിയാണ്. ചെടികളെല്ലാം നല്ല കരുത്തോടെ വളരും. ഇലകളെല്ലാം നല്ല ശക്തിയായി, നല്ല കളർഫുള്ളായി, നല്ല പച്ചപ്പോടെ വളർന്ന് കിട്ടാൻ വേണ്ടി ഈ വളം സഹായിക്കാറുണ്ട്. ഇത് ഒഴിച്ച് പിന്നെ എൻ്റെ ചെടികൾക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. DAP ഇട്ട ശേഷവും നല്ല മാറ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെള്ളം ചെറിയ ഒരു കളർ മാറ്റമായി. ഇങ്ങനെയൊന്നും ഇളക്കിയില്ലെങ്കിലും 2 തവണ കപ്പിൽ വെള്ളം കോരി ഒഴിക്കുമ്പോഴേക്കും ഇത് ഡൈല്യൂട്ട് ആവും കേട്ടോ. പിന്നെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ എൻ്റെ കയ്യിലില്ല, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ചെടികൾക്ക് ഡയറക്റ്റായിട്ട് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒഴിക്കുമ്പം അതിൻ്റെ ഇലകളിലൂടെ ഇങ്ങനെ ചെറുതായി തട്ടിപ്പോകുന്നല്ലാതെ സ്പ്രേ ചെയ്ത് കൊടുക്കലില്ല, ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. ഒരുപാട് ഒഴിച്ചു കൊടുത്താലും ചട്ടിയിൽ നിന്ന് കവിഞ്ഞ് താഴോട്ട് പോകുമെന്നല്ലാതെ അത് ചെടികൾക്ക് കിട്ടില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. പിന്നീട് ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും ഒരു റൗണ്ടും കൂടെ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുക. അത് ഒരു ആദമാണ്. ഞാൻ ഓൺലൈനിൽ അതിൻ്റെ തൈ വാങ്ങിയിട്ട് വിങ്ക നട്ടതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടയ്ക്ക് കാണിക്കാം. ഇതല്ലാതെ മറ്റു വളങ്ങളൊന്നും ഞാൻ ചെടിക്ക് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഉള്ളിത്തൊണ്ടും മുട്ടത്തോട്, വാഴപ്പഴത്തിൻ്റെ തൊലി ഇതെല്ലാം ഇട്ടിട്ട് ഞാനൊരു കുപ്പിയിൽ അടച്ചു വെക്കും. അതൊരു 2 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പം അതും വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കലുണ്ട്. പിന്നെ ചാണകപ്പൊടി ഓൾറെഡി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇട്ടിട്ടാണല്ലോ തയ്യാറാക്കുക. അതുകൂടാതെ ചാണകപ്പൊടി ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ ഓൾറെഡി കുറച്ചായി പ്രൂണിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം താഴെയുള്ള 10 മണി കണ്ടില്ലേ, പൂവിട്ടൽ കുറവായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നാവുകയുള്ളൂ. പിന്നെ കുറേ ചെടികളുണ്ട് നീണ്ട് പൊങ്ങിപ്പോകുന്നു. ഒരുപാട് പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ചെടികളൊന്നും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ മുറിച്ച് മാറ്റി നട്ടാൽ മാത്രമേ ചെടിത്തോട്ടം നമ്മുടെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ. അതേപോലെ പഴകിയ ഇലകളും ഒക്കെ നമ്മൾ അപ്പം മാറ്റി കളഞ്ഞാൽ മാത്രമേ ചെടിത്തോട്ടം എപ്പോഴും ഫ്രഷ് ആണെന്നുള്ളൊരു ഫീൽ വരുള്ളൂ കേട്ടോ. കുറേ പണികളിപ്പോൾ ഉണ്ട്, ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഇത് വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി. നിങ്ങളിത് കാണുമ്പോഴേക്കും 1-2 ചെടികളൊക്കെ ഞാൻ ഓൾറെഡി മാറ്റി നട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ചെടിത്തോട്ടം സ്റ്റാൻഡ് വെച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണ് ഉള്ളത്. ഇനി ഈ വീഡിയോ കാണുന്നതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. ഇത് നമ്മുടെ കിളിക്കൂടാണ്. മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ക്യാമറ വെച്ച് നോക്കിയതാണ്. ഒരു മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ആൾ അടയിരിക്കുന്നുണ്ട്. പുതിയ വിശേഷങ്ങളൊക്കെ തുടർന്ന് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്